നമ്മുടെ മന്ത്രി രാജീവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ വലിയ രീതിയിൽ തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ വിദേശ നിക്ഷേപങ്ങൾ കൊണ്ട് കേരളം അങ്ങ് നിറയുകയാണെന്ന്. വിദേശ യാത്രകൾ നടത്തിയും ഒരുപാട് കോൺക്ലേവുകളും നവകേരള സദസ്സും കേരളീയവും 4ാം വാർഷികവും അതുപോലുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ച് കോടിക്കണക്കിന് നിക്ഷേപകരെ കേരളത്തിലേക്ക് എത്തിച്ചു എന്നായിരുന്നു ഇവരുടെ വാദം. 10 വർഷത്തിലായി 25ലധികം വിദേശയാത്രകൾ നടത്തിയ മുഖ്യമന്ത്രിയും ടീമും 1 രൂപയുടെ വിദേശ നിക്ഷേപം പോലും കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിന്റെ പേരിൽ ഒരു ധാരണാപത്രം പോലും ഒപ്പിട്ടിട്ടുമില്ല. അപ്പോൾ കള്ളം പറയുന്നവരെ തിരിച്ചറിയണ്ടേ? വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ചെറുതും വലുതുമായി പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. അത് പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മോണിറ്റൈസേഷൻ, ഫേസ്ബുക്ക്, യൂട്യൂബ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വരുമാന മാർഗം കുറെ ആളുകൾ റിപ്പോർട്ട് അടിച്ച് നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് നമ്മൾ സഹായം ചോദിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളോട് മാത്രമാണ് സഹായം ചോദിച്ചിരിക്കുന്നത്. തുടർന്ന് നമ്മളെ സഹായിക്കാൻ പറ്റുന്നവരെ നമ്മളെ സഹായിക്കുക, അല്ലാത്തവരെ വീഡിയോ കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പൊ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള സംഗതികളാണ്. നിയമസഭയിൽ അടക്കം ഞങ്ങൾ ഇത്ര രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ചോദിച്ച് ചെന്നാൽ എന്താണ് സംഭവിക്കുക? അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. KSIDCയുടെ വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പേരിൽ, അതായത് നിക്ഷേപങ്ങൾ എന്ന പേരിൽ വിദേശത്ത് നിന്നും 1 രൂപയുടെ നിക്ഷേപം നമുക്ക് വന്നിട്ടില്ല. നിക്ഷേപങ്ങൾ വിദേശത്ത് നിന്നും എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 0 എന്നാണ് ആ വിവരാവകാശ രേഖയിൽ കാണിക്കുന്നത്. അതുമാത്രമല്ല, ധാരണാപത്രം ഒപ്പിട്ടിട്ടാണല്ലോ ഇവിടെ നിക്ഷേപകർ വരുന്നത്. അപ്പോ അങ്ങനെ ഒരു ധാരണാപത്രവും ഇതുവരെ നമ്മുടെ ഒരു മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലീഗൽ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ പേരിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഗതി സർക്കാർ തലത്തിൽ ഇല്ല. അപ്പൊ ഇവർ ഈ തള്ളിയതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇവരെങ്ങനെയാണ് ഇവിടെ ഈ പറയുന്ന പോലെ നിയമസഭയിലും അതുപോലെ മാധ്യമങ്ങളുടെ മുന്നിലും ഇവരുടെ പാർട്ടിക്കാർക്ക് മുന്നിലും ഒക്കെ തള്ളാൻ വേണ്ടി രേഖകൾ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഈ പറയുന്ന പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപ് കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ 2020യുടെ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ഒരു സർക്കാരിനൊപ്പം നിൽക്കുക, ടാക്സ് കൊടുക്കുക, അവരുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ്. CSR ഫണ്ട് എന്ന് പറയുന്ന സംഗതിയൊക്കെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ ബന്ധപ്പെടുത്തി നമ്മുടെ സർക്കാരും കോടതികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സർക്കാരുമായി നല്ല രീതിയിൽ യോജിച്ച് തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഇവരുടെ ബൂർഷാ സെറ്റപ്പ് കൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ 2020 ഒക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് ചരിത്രം. അപ്പൊ അദ്ദേഹം അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രയത്നത്തിന്റെ ഫലം പറ്റുക എന്നത് മാത്രമാണ് ഇവർ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതി. അതായത് ഓൾറെഡി നിലവിൽ ഇവിടെയുള്ള ഒരുപാട് സംരംഭകരുടെ പ്രസ്ഥാനങ്ങൾ വരെ ചേർത്തുകൊണ്ട് ഇവർ കണക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഇതിനുവേണ്ടി മാത്രം റിക്രൂട്ട് ചെയ്ത് ഓരോ ഏരിയകളിലായിട്ട് ഇറക്കി വിട്ട് രാവിലെ കട ഉറക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് എത്ര രൂപ കച്ചവടം, എത്ര രൂപയുടെ വരുമാനം, കാര്യങ്ങൾ, ഇത് സെൻസസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെടുത്തിട്ട് മൊത്തം കേരളത്തിൽ ഉള്ള നിക്ഷേപകർ അല്ലെങ്കിൽ കേരളത്തിലുള്ള വ്യവസായത്തിന്റെ വലിയ സംഭവം ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസന്റ് ചെയ്യുന്ന കള്ളക്കണക്ക്. എന്ത് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും കെട്ടിടം തലയിൽ ഇടിഞ്ഞു വീണാലും ഉടനെ പറയുന്നത് റിപ്പോർട്ട് വരട്ടെ എന്നാണ്. ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന രീതി എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? റിപ്പോർട്ട് ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് റെലവന്റ് ആണെങ്കിൽ വിവരാവകാശ രേഖയിലും അത് പുറത്തു വരേണ്ടതല്ലേ? എത്ര കോടി രൂപയുടെ വിദേശ നിക്ഷേപം വന്നു എന്നത് വരേണ്ടതല്ലേ? നമുക്കറിയാം ഏകദേശം 10 വർഷങ്ങളിലായി 25 തവണയാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശയാത്ര നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂസിനുള്ള ട്രീറ്റ്മെന്റ് വേറെ, അതല്ലാതെ ഓരോ കാര്യങ്ങൾ പഠിക്കാനെന്നൊക്കെ പറഞ്ഞു. നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് പഠിക്കാനാണ്. ഇവിടെ പ്രളയം വരുമ്പോഴത്തേക്ക് കേരളം എങ്ങനെ നേരിടണം, വെള്ളം കയറാതെ വീട് എങ്ങനെ പണിയാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ പോയി പഠിച്ചു എന്ന് പറഞ്ഞു. കൃത്യമായും റൂം ഫോർ റിവർ മുഖ്യമന്ത്രി ഇവിടെ പ്രാവർത്തികമാക്കി. മഴ പെയ്തതോടുകൂടി റിവർ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരാനും എല്ലാ റൂമിലും റിവർ കയറി നിറയാനും അങ്ങനെ റൂം ഫോർ റിവർ എല്ലാവരുടെയും വീട്ടിലെത്താനും ഒക്കെയുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടായി. നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. അത്യാവശ്യമായി ഇവിടെ വേണ്ട എയർ ആംബുലൻസോ അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ആംബുലൻസോ അതുപോലുള്ള വോട്ടുകളോ സംഗതിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. കേരളം വലിയ പ്രളയ ഭീഷണിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും അതൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. റൂം ഫോർ റിവർ പഠിച്ചിട്ട് പോയിട്ട് ഇവിടെ വന്ന് കേരളയിലാണ് ആപ്ലിക്കബിൾ ആക്കാൻ നോക്കിയത്. പക്ഷെ ഇതൊന്നും തന്നെ വന്നുമില്ല. ഇദ്ദേഹം വിദേശത്ത് നിന്നും പോയി പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആപ്ലിക്കബിൾ ആക്കി എന്ന് പറയുന്ന ഒരു സംഗതിയും പേപ്പറിൽ പോലും ഇല്ലെന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. കുടുംബസമേതം യാത്ര നടത്തിയതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം അദ്ദേഹം പറഞ്ഞ എന്താണ്, എന്തിനാണ് താങ്കളുടെ കൊച്ചുമകനെയും കൊണ്ട് താങ്കൾ ഈ പറയുന്ന ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് എന്റെ കൊച്ചുമകനായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെന്താണ് അർത്ഥം? മറ്റൊരു പാർട്ടി പ്രവർത്തകനോ മറ്റൊരു വ്യക്തിക്കോ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊരു പ്രിവിലേജ് ആണ്. മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ ആയതുകൊണ്ടാണ് ആ വ്യക്തിക്ക് വിദേശയാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ പറയുന്ന സർക്കാരിന്റെ ഔദ്യോഗിക ചെലവിൽ, ജനങ്ങളുടെ ചെലവിൽ നാട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ദാസന്മാരല്ലേ ഇവരെന്ന് ചോദിച്ചാൽ
അല്ലാന്നാണ് ഇവർ പറയുന്നത്. അതൊരു ബൂർഷാ സെറ്റപ്പാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല, പാർട്ടിക്കാരോടും കൂടിയാ. നിന്റെ ഒന്നും കൊച്ചുമകനെ കാണാനുള്ള യോഗമില്ല, എന്റെ കൊച്ചുമകനായതുകൊണ്ട് അയാൾ കാണുമെന്ന് പറയുന്നതിന് തുല്യമായി, അത്ര ധാർഷ്ട്യമായി ആണ് അവരതിനെതിരെ പ്രതികരിച്ചത്. ഇപ്പൊ 2020 അമരക്കാരനെ അടക്കം ഇവിടെ നിന്ന് ഓടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇവർ ആർക്ക് എന്ത് നൽകി എന്നതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളം ഒരിക്കലും വ്യവസായ സൗഹൃദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല എന്നത് ഇവിടെ വ്യവസായം തുടങ്ങിയ ഓരോ വ്യക്തികൾക്കും അറിയാം. ഈ കഴിഞ്ഞ മാസം പോലും ഇവിടെ ഒരു ചില്ലിറക്കാനായിട്ട് CITU-കാർ കിടന്ന് ബഹളം വെച്ചിട്ട് 4 ദിവസമായിട്ട് അത് ഇറക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സംരംഭകന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. അത് കൂടാതെ ഇവിടെ ഒരു ആഡംബരക്കാർ ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇറക്കൂന്ന് പറഞ്ഞുകൊണ്ട് CITU-കാരൻ പോയി ബഹളം വെച്ചതിന്റെ പേരിൽ ആ വണ്ടി പുറത്തിറങ്ങി, ആ വണ്ടി നശിച്ചുപോയി, ടോട്ടൽ ലോസ് ആയി പോയി, ഒരു വ്യക്തി മരിക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് ഏത് പാർട്ടിക്കാരെ ഇതിന്റെ പുറകിൽ കൊടിയും പിടിച്ച് നിൽക്കുന്നത്? ആരാ? CITU-കാർ ഒരുപാട് പേര് ഇതിന്റെ പുറകിൽ കൊടി പിടിച്ച് നിൽക്കുമ്പോൾ അവരുടെ ബലം എന്താണ്? നോക്കുകൂലി എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിന്നും ഇതുവരെയും മാഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ശരിയാക്കാതെ ഇതൊന്നും ശരിയാകില്ലെന്ന് നമ്മൾ പറയുമ്പോൾ ചിതലരിച്ച ഒരു കെട്ടിടത്തിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോളിഷ് അടിച്ച് പെയിന്റ് അടിച്ച് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ ചെയ്തത്. എന്നാൽ ആ ചിതലരിച്ച രൂപം അങ്ങനെ തന്നെ പുറത്തു വന്ന് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. 0 വിദേശ നിക്ഷേപങ്ങൾ, 0 ധാരണാപത്രങ്ങൾ, 0. കള്ളം പറയുമായിരുന്നു, കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുമായിരുന്നു. ഒരു കുന്തവും കേരളത്തിലേക്ക് വന്നിട്ടില്ല. ഇന്ന് വരെയും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള എല്ലാ കമ്പനികളും മറ്റു സ്റ്റേറ്റുകളിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം അത്രയധികം ഇഷ്ടമാണ് കേരളത്തിൽ വന്നൊരു ബിസിനസ് തുടങ്ങാൻ ഒരു വ്യക്തിക്ക്. ഇത്രയും പറയട്ടെ, നിങ്ങളൊക്കെ വിദേശത്ത് നിൽക്കുന്ന മലയാളികളല്ലേ, ധൈര്യം ഉണ്ടോ അവിടെ നിന്ന് അവസാനിപ്പിച്ചു വന്ന് ഇവിടെ ഒരു ബിസിനസ് ചെയ്യാൻ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.